കൊളോസോസ് 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയമാണ്. ആത്മീയതയിൽ വളരുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സമയം നമ്മൾ ദൈവവുമായി ചെലവഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മീയ വളർച്ച. യേശുവിനു വേണ്ടിയും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ചെലവഴിക്കുന്ന സമയം വളരെ അമൂല്യമായിട്ടുള്ളതാണ്. സാത്താൻ്റെ രാജ്യം ഏറ്റവും കൂടുതൽ മനുഷ്യമക്കളെ പിടിക്കുന്ന മേഖലയും നമ്മളുടെ സമയത്തിൻ്റെ മേലാണ്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് അവൻ അലറുന്ന സിംഹത്തെ പോലെയാണ് ദൈവമക്കളുടെ മേൽ വളരെ വലിയ ശക്തിയോടുകൂടി ആഞ്ഞടിക്കുന്നത്, ദൈവമക്കളെ കുടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയത്തെക്കുറിച്ച് നാം ഓരോരുത്തർക്കും ഒരു ധാരണയുണ്ടായിരിക്കണം. അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നാം അത് വിനിയോഗിക്കുക തന്നെ വേണം. ദൈവരാജ്യം വളരട്ടെ.